കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം എന്നെയും നിങ്ങളെയും അതിയായി സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ സ്വന്തമായി മാറുവാൻ നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പാലക്കാട് കഞ്ചിക്കോട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിവിധ സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ ഈ കഴിഞ്ഞ ആഴ്ചകളെല്ലാം നാം കണ്ടത്. ഇന്നും റാണി ചേച്ചിക്ക് ദൈവം നൽകിയ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ വെളിപ്പെടുത്തലുകളുടെ ഒരു തുടർച്ചയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ സന്ദേശങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോഴും ദൈവത്തിന് നമ്മോടുള്ള എത്ര കരുതലിൻ്റെ ആഴമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ഒരു സഹോദരിയോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് സ്നേഹത്തോടെ നമ്മൾക്കുള്ള സന്ദേശങ്ങൾ കൈമാറിയപ്പോൾ പരിശുദ്ധ അമ്മ എത്രമാത്രം പ്രതീക്ഷകളോടെയാണ് ഈ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ വളരെ ഹൃദയസ്പർശിയായ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നെയും നിങ്ങളെയും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. തിന്മ നമുക്കെതിരെ വച്ചിരിക്കുന്ന ഒരു വലിയ കെണിയെ പറ്റിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. അമ്മ പറഞ്ഞു, മക്കളെ, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന ചിന്തയിലൂടെ ഇന്ന് അനേകരെ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. ദൈവത്തെ അനേകരും മാറ്റി നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ജീവിക്കുവാൻ ദൈവം വേണ്ട, ദൈവത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് ജീവിക്കുവാൻ എന്നുള്ള രീതിയിൽ മനുഷ്യൻ ജീവിതത്തെ മുന്നോട്ട് പോകുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാനെ മറന്നു ജീവിക്കുന്ന ജനസമൂഹത്തെ നോക്കി പരിശുദ്ധ അമ്മ നമ്മോട് പറയാം, മക്കളെ, നിങ്ങൾ ഇവരുടെ ഗണത്തിൽ ചെന്ന് ചേരരുത്. അനുദിനം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന വ്യക്തികളുടെ, കുടുംബങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, നിങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ഈ ദൈവം ഇല്ല എന്ന് നടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിന്റെ അസ്തിത്വം തന്നെ ദൈവത്തിലാണ്. അത് വിസ്മരിച്ച് ജീവിക്കുന്ന അനേകരുണ്ട്. പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, ഏതെങ്കിലും സാഹചര്യത്തിൽ നീ ദൈവത്തെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം നമ്മളെ ഒരിക്കലും മറക്കില്ല എന്നുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശം. ഞാൻ എൻ്റെ ദൈവത്തെ മറന്നാലും എൻ്റെ ദൈവം എന്നെ മറക്കില്ല
എനിക്ക് ദൈവസന്നിധിയിൽ ഒരു വിലയുണ്ട്, അവൻ കരുതലോടുകൂടിയാണ് എന്നെ കാക്കുന്നത് എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. നാം പറയാം, മക്കളെ, ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. ഈ ലോകം ഇത് നിങ്ങളോട് പറയും, ദൈവത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ദൈവമുണ്ടെങ്കിൽ ഇപ്രകാരമൊക്കെ ലോകത്ത് സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ലോകവും പിശാചും നിങ്ങളുടെ മുൻപിൽ നിരത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഉണ്ട്, അവൻ സത്യമാണ്, അവൻ ജീവിക്കുന്നവനാണ്, അവൻ കരുതുന്നവനാണ്, അവൻ കരുണാമയനാണെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർക്കുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദൈവത്തോടെപ്പോഴും കൃതജ്ഞതയുള്ളവരായി ജീവിക്കുക. നിങ്ങൾ ദൈവത്തെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കുക. അങ്ങനെ മാപ്പപേക്ഷിച്ചുകൊണ്ട് കൃതജ്ഞതയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ആയിരിക്കണം. ദൈവത്തെ മറന്ന് ജീവിക്കരുതേ എന്നുള്ള വലിയ ഒരു മാതൃസ്നേഹത്തിൽ നിന്ന് നൽകിയ സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം. കാരണം പരിശുദ്ധ അമ്മയ്ക്കറിയാം, നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെ കരുതുന്ന ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നപ്പോൾ നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, ദൈവത്തെ വിസ്മരിച്ച് ജീവിക്കുമ്പോൾ ആ ദൈവം എത്രമാത്രം വേദനിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുക, മക്കളെ, നിങ്ങൾ ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ഈ സന്ദേശം നമ്മൾ ശ്രവിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ദൈവത്തെ കൂട്ടുപിടിച്ചുള്ള ഒരു യാത്രയാണോ എൻ്റെ ജീവിതം? അതോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരു ജീവിത സാഹചര്യം എന്നിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ചില കാര്യങ്ങളിൽ എനിക്കെന്തെങ്കിലും നേടുവാനുള്ളപ്പോൾ, എനിക്കെന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നു. എന്നാൽ എനിക്ക് പ്രത്യേകമായ ഒരു ആവശ്യമൊന്നും ഇല്ലാത്തപ്പോഴും ഈ ദൈവത്തോട് ഐക്യപ്പെട്ടാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, എനിക്ക് വേണ്ടതൊക്കെയുണ്ട്, അത്യാവശ്യം പണമുണ്ട്, ജോലിയുണ്ട്, ഇല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ട്, കുടുംബമുണ്ട്, സമാധാനമുണ്ട്, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, നിനക്ക് സ്വന്തമായി ജീവിക്കാം എന്ന് നീ കരുതുമ്പോഴും നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് മുകളിലിരുന്നാണ് നീ ഇപ്രകാരം ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ പറയുകയാണ്. നിനക്കിന്ന് നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിനക്കിന്ന് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിനക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. നിനക്കിന്ന് 4 നേരം ഭക്ഷണം കഴിക്കാൻ വകയുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. ഇപ്രകാരം നിന്റെ അനുദിന ജീവിതത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുകളിലിരുന്നാണ് നീ ദൈവത്തെ വിസ്മരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഒരു വ്യക്തമായ, ഒരു ശക്തമായ ഒരു താക്കീത് റാണി ചേച്ചിയുടെ ഈ ലോകത്ത് നൽകുകയുണ്ടായി. അമ്മ പറഞ്ഞു, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും തെളിയിക്കുന്ന അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ വരാൻ പോകുന്നു. ശക്തമായ ഒരു താക്കീതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ഈ ലോകത്ത് തെളിയിക്കുന്ന അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ ഇതാ വരാൻ പോകുന്നു. എന്നിട്ട് പരിശുദ്ധ കൂട്ടിച്ചേർത്തു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഒരുങ്ങുക. ഈ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും വെളിപ്പെടുമ്പോൾ അത് നിനക്ക് അന്ധകാരത്തിൻ്റെ ദിനങ്ങളാകാതിരിക്കുവാൻ നീ ഇപ്പോൾ തന്നെ ഒരുങ്ങുക. അമ്മ പറഞ്ഞത് സംഭവിക്കും. എന്നിട്ട് അമ്മ ഈ ഒരു സന്ദേശം പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് നൽകിയപ്പോൾ, റാണി ചേച്ചി ഈ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവെച്ചപ്പോൾ, ആ കാലഘട്ടത്തിലാണ്
ഒരു 3 ദിവസത്തെ അന്ധകാരം ലോകത്തെ വ്യാപിക്കുമെന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വന്നത്. പലരും ചോദിച്ചു, ഇത് അതിനെക്കുറിച്ചാണോ ഈ പറയുന്നത്? 3 ദിവസത്തെ അന്ധകാര ഭൂമിയെ വിഴുങ്ങുമെന്നും അപ്പോൾ നമ്മൾ തിരികൾ വെഞ്ചരിച്ച് വയ്ക്കണമെന്നും ഒക്കെയുള്ള ചില കാര്യങ്ങൾ ആ സമയത്തൊക്കെ കേൾക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ് എന്നും പറഞ്ഞ് റാണി ചേച്ചി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും പരിശുദ്ധ അമ്മ ഇപ്പോൾ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് അതിനെക്കുറിച്ചാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് അപ്രകാരമുള്ള ഒരു 3 ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എന്നൊരു ചേച്ചി പറഞ്ഞ ഇപ്രകാരമാണ്, നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും പ്രകാശത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം കൂടെയുള്ളപ്പോൾ എങ്ങനെയാണ് അന്ധകാരം നിറയുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും പ്രകാശത്തിൻ്റെ സാന്നിധ്യമല്ലേ? എന്നാൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുത്തുന്ന അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും അന്ധകാരമായി മാറും. അവരിൽ പ്രകാശം ഉദിക്കില്ല, അവരിൽ പ്രകാശമില്ല. കാരണം പ്രകാശത്തെ വിസ്മരിച്ചവർ ജീവിച്ചു, പ്രകാശത്തെ മറന്നവർ ജീവിച്ചു. പ്രകാശമില്ലാതെ എനിക്ക് ജീവിക്കാമെന്നവർ ചിന്തിച്ചു, പറഞ്ഞു, വീമ്പിളക്കി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും വെളിപ്പെടുന്ന ദിവസത്തിൽ അവർക്കത് അന്ധകാരമായി മാറും. കാരണം അവർ ദൈവത്തിൻ്റെ കൂടെയല്ല. ഭയാനകമായിരിക്കും ആ ദിവസങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾ ആ ഗണത്തിൽ എണ്ണപ്പെടാതിരിക്കുവാൻ ഇപ്പോഴേ തയ്യാറെടുക്കണം, ഇപ്പോഴേ നിങ്ങൾ ഒരുങ്ങണം. ഈ ഒരുക്കം നിങ്ങൾ എന്നോട് കൂടെ നടത്തണം. പരിശുദ്ധ അമ്മ പറയുകയാണ്, ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുന്ന ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കണം. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അമ്മ പറയുകയാ, വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും നിങ്ങൾ ഒരുങ്ങണം. 3 കാര്യങ്ങളാണ് പരിശുദ്ധം പറഞ്ഞു തരിക. പ്രിയമുള്ള സഹോദരങ്ങൾ, അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പലതും ഈ ലോകത്ത് സംഭവിക്കും. എതിർ സാക്ഷ്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കും. വിശ്വസിച്ചിട്ട് എന്ത് കാര്യമെന്ന് നീ ചിന്തിക്കുന്ന രീതിയിലുള്ള ചില സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് കാണും. ദൈവം മറഞ്ഞിരിക്കുകയാണെന്നും ദൈവം ഉണ്ടോ എന്ന് പോലും ശക്തമായി ചിന്തിക്കുന്ന ചില ദൈവത്തിൻ്റെ നിശബ്ദതയുടെ കാലഘട്ടത്തിലൂടെ നീ കടന്നു പോകും. ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ തന്നെ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ പറയുകയാണ്, ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നവനാണ്, അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവ്വതും കാണുന്നവനാണ്, സർവരെയും പരിപാലിക്കുന്നവനാണ്, സർവ്വതും കേൾക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവമില്ല എന്ന് ചിന്തിക്കരുത്. നീ അവനിൽ വിശ്വസിക്കണം, വിശ്വാസത്തിന് ആഴപ്പെടണം. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ച ഒരു വചനമാണ്, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നു എന്നുള്ള വചനം പത്രോസ്ലീഹ എഴുതി വെച്ചിരിക്കുക. പത്രോസിൻ്റെ ലേഖനത്തിൽ കാണുകയാണ്, 5-ാം അധ്യായം, 1 പത്രോസിന് 5-ാം അധ്യായത്തിൽ, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നു. സ്റ്റാൻഡ് അപ്പ് ടീം സ്ട്രോങ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ പ്രതികരിക്കുക, അവനോട് പോരാടുക. ഇത് ഈശോയുടെ സ്ലേഹൻ 1-ാമത്തെ സ്ലേഹ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ് സ്ലേഹയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശമാണ്. അതാണ് പരിശുദ്ധ, നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് വേണം ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ, തിന്മയെ പരാജയപ്പെടുത്തുവാൻ. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ഇനി 2-ാമതായി പരിശുദ്ധ പറയും, മക്കളെ, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. 1 വിശ്വാസം, 2 വിശ്വസ്തത. എന്താണ് വിശ്വസ്തത? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ,
ഞാനൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, കുടുംബത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു വൈദികനാണ്, എൻ്റെ പൗരോഹിത്യത്തോടൊരു വിശ്വസ്തത പുലർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. സന്യസ്തനാണെങ്കിൽ സന്യസ്തയോട്, സന്യാസ ജീവിതത്തോട് വിശ്വസ്ത പുലർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലി മേഖലകൾ എവിടെയാണെങ്കിലും എന്നോട് ദൈവം ചേർത്ത് വച്ചിരിക്കുന്ന വ്യക്തികളിൽ ഞാനൊരു വിശ്വസ്തത പുലർത്തേണ്ട ഒരു വ്യക്തിയാണ്. ഒരു ഭാര്യ എന്ന നിലയിലുള്ള വിശ്വസ്തത, ഭർത്താവ് എന്ന നിലയിലുള്ള വിശ്വസ്തത, ഇപ്രകാരം വിശ്വസ്തതയുടെ ഒരു ജീവിതമായിരിക്കണം നിങ്ങളുടെ ജീവിതം. ദൈവം ഒരുപക്ഷെ പരിശോധിക്കുന്നത് ദൈവം ഏൽപ്പിച്ച ദൈവീക കാര്യങ്ങളോട് എത്രമാത്രം നമ്മൾ വിശ്വസ്തത പുലർത്തി എന്നുള്ളതാകാം. ദൈവം വിളിച്ച ദൈവ വിളിയോട്, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളോട് എത്രമാത്രം വിശ്വസ്തയോടെ നമ്മൾ ജീവിച്ചുവെന്ന് ദൈവം പരിശോധിക്കുന്ന ഒരു സമയമാകാം ദൈവത്തിൻ്റെ സാന്നിധ്യവും വെളിപ്പെടുന്ന സമയമെന്ന് പരിശുദ്ധം ഓർമ്മിപ്പിക്കുകയാണ്. അത് പ്രിയമുള്ള സഹോദരങ്ങൾ, വിശ്വസ്തയോടെ ജീവിക്കുക. അതാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുലിഖിതം പറയുന്നു, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ഇല്ലെങ്കിൽ വിശ്വസ്തയായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഇതാണ് പരിശുദ്ധ അമ്മയും നമുക്ക് പറഞ്ഞു തരുന്നത്. വചനം അമ്മ പറഞ്ഞു തരികയാണ്, വെളിപ്പെടുത്തി തരികയാണ്, വിശദീകരിച്ചു തരികയാണ്. നീ വിശ്വസ്തയോടെ ജീവിക്കുക, മരണം വരെ വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഈ ജീവന്റെ കിരീടത്തിന് വേണ്ടിയുള്ള, അത് നേടുവാനുള്ള ഒരു ഓട്ടമാണ് ഈ ലോകത്ത് നമ്മൾ ഓടുന്നത്. ആ ഓട്ടത്തിൽ ട്രാക്ക് തെറ്റിപ്പോകാതിരിക്കുവാൻ, വഴി മാറിപ്പോകാതിരിക്കുവാൻ, തളർന്ന് വീഴാതിരിക്കുവാൻ, കെണികളിൽ ചെന്ന് കുടുങ്ങി നഷ്ടപ്പെടാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകി നമ്മെ വിളിക്കുകയാണ്. ഈ ഈശോയുടെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുന്ന ദിവസത്തിൽ കർത്താവിൻ്റെ സ്വന്തമായി അവനെ അനുഭവിക്കുവാനുള്ള കൃപ നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വീണ്ടും നമ്മോട് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു, വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടും. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ തിന്മയ്ക്ക് നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഇനി 3-ാമതായി അമ്മ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ വിശുദ്ധിയിൽ ജീവിക്കുക. വിശുദ്ധി എന്നുള്ളത് ദൈവത്തിന് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ വീണ്ടും വീണ്ടും നമ്മെ വിളിക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മ പറയും, 1-ാമത്തെ കാര്യം, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ നാവിനെ പരിശോധിക്കണം. നാവിലൂടെ എന്തെങ്കിലും ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ടോ, മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും എൻ്റെ നാവിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധം ആവശ്യപ്പെടുകയാണ്. പിന്നീട് പരിശുദ്ധം പറയുന്നത്, ശരീരത്തിൻ്റെ വിശുദ്ധി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ചിലപ്പോൾ ചില വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ, ദൈവത്തെക്കാളും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എൻ്റെ ജീവിതത്തിൽ അർഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയാമെങ്കിലും ചില വ്യക്തികളോടുള്ള പ്രത്യേകമായ ചില ഇഷ്ടം പരിശുദ്ധം പറഞ്ഞു കൊടുക്കുകയാണ്. ചില വ്യക്തികളോട് ചില പ്രത്യേകമായ താല്പര്യമുണ്ട്, ചില വ്യക്തികളോട് പ്രത്യേകമായ ചില ഇഷ്ടമുണ്ട്, അമിതമായ ചില ആഗ്രഹം ചില വ്യക്തികളുടെ കൂടെ ആയിരിക്കുവാനുണ്ട്. ഇപ്രകാരം ചില മറ്റു വ്യക്തികളോട് കൂടുതൽ ഇഷ്ടം കാണിക്കുമ്പോൾ, അവരുടെ കൂടെ ആയിരിക്കുവാൻ നമ്മൾ അതിയായി ആഗ്രഹിക്കുമ്പോൾ, ഒരു പ്രത്യേക താല്പര്യം മറ്റു വ്യക്തികളിൽ ജനിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ദൈവത്തിൽ നിന്നെടുത്ത് മറ്റു വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവിതത്തിലൂടെയും ഇന്ന് അനേകർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പരിശുദ്ധം പറഞ്ഞു തരികയാണ്. ഇപ്രകാരമുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധയമ്മ പറയുകയാണ്, ചില വ്യക്തികളോടുള്ള ഈ അടുപ്പം, അതിലൂടെ സാത്താൻ പലരെയും പല തിന്മയിലും എത്തിക്കുന്നുണ്ട് എന്ന്.
ചില വ്യക്തികളുടെ കൂടെ ആയിരിക്കാനുള്ള വലിയൊരു സ്നേഹം, ഇഷ്ടം. ഈ ഇഷ്ടത്തെ സാത്താൻ ദുരുപയോഗം ചെയ്ത് പലരെയും പാപത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹവും ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, പരിശുദ്ധ അമ്മ വാക്കുപയോഗിച്ചു, ആരാധന. ചില വ്യക്തികളോടുള്ള പ്രത്യേക ഇഷ്ടം മൂലം ചില വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ തിന്മ കടന്നു വരുന്നുവെന്നും ഈ വ്യക്തികളെ തമ്മിൽ പാപത്തിലേക്ക് നയിക്കുന്ന സാത്താൻ്റെ കെണികൾ അവിടെ രൂപപ്പെടുത്തപ്പെടുന്നുവെന്നും പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഞാൻ പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും വ്യക്തിബന്ധങ്ങൾ, ഏതെങ്കിലും സ്ഥലങ്ങൾ, ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ മുളയിലേ അത് നുള്ളിക്കളയുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ഇന്ന് പരിശോധിക്കണം. ഏതെങ്കിലും വസ്തുക്കളുടെ ഉപയോഗം, ഏതെങ്കിലും സ്ഥലങ്ങൾ, ഏതെങ്കിലും സാഹചര്യങ്ങൾ, ഏതെങ്കിലും വ്യക്തികൾ എന്നെ ഇന്ന് പാപത്തിൽ എത്തിക്കുന്നുണ്ടോ? എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, പലപ്പോഴും രണ്ട് വ്യക്തികൾ പാപത്തിൽ എത്തപ്പെടുന്നത് അവർ ആഗ്രഹിച്ചുകൊണ്ടല്ല. അവർക്ക് അപ്രകാരം ഒരു പാപ സാഹചര്യത്തിൽ എത്തപ്പെടുമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ചില ഇഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഇപ്രകാരം ചില പാപാവസ്ഥയിൽ ചെന്നെത്തുന്നു. എന്നിട്ട് ഇപ്രകാരം പറയുന്നു, നമ്മൾക്ക് ഇപ്രകാരം പാപം ചെയ്യേണ്ട ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, ആ പരിശുദ്ധ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്, എന്നാൽ ചെയ്തു പോയി. അതുകൊണ്ട് ഇപ്രകാരം ഈ പാപത്തെ ലഘൂകരിച്ച് സംസാരിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാമെന്ന് പരിശുദ്ധൻ പറയുകയാണ്. നമുക്ക് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ പാപത്തെ ലഘൂകരിച്ച് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ പരിശുദ്ധൻ പറയുകയാണ്, വിച്ഛേദിക്കണം ഈ ബന്ധങ്ങളെ, മുളയിലെ നുള്ളിക്കളയണം. ഒരുപക്ഷെ ഈ ബന്ധങ്ങൾ ഇന്ന് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധയമ്മ പറയുക, ഇതാണ് സമയം, ഈ ബന്ധങ്ങൾ വേർപിരിക്കുവാനുള്ള സമയം, പൂർണ്ണമായ അടർത്ത് മാറ്റുവാനുള്ള സമയം, ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ പൂർണ്ണമായ ഒരു വിച്ഛേദിക്കലിൻ്റെ ഒരു സമയമാണ് ഈ ബന്ധങ്ങളിൽ വേണ്ടതെന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ ബന്ധങ്ങളെ സാത്താൻ ദുരുപയോഗിച്ച് അമ്മ പറയുകയാ, നിങ്ങളുടെ നിത്യനാശത്തിന് അവൻ വഴിയൊരുക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്കതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല. നിത്യനാശത്തിലേക്ക് അവൻ കൊണ്ടെത്തിക്കുന്ന വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വേദനയോടുകൂടി പറിച്ചു മാറ്റുവാൻ പരിശുദ്ധ പറയുക. എന്നിട്ട് അമ്മ പറഞ്ഞു, അതിൽ വേദനയുണ്ടാകും. നിങ്ങൾ ഇത്രമാത്രം വലിയ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പോയ ബന്ധങ്ങൾ പാപത്തിൽ ചെന്നെത്തി ഏതെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇല്ല എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകാതെ ബന്ധങ്ങൾ വിച്ഛേദിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും സാത്താൻ അത് ദുരുപയോഗിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പരിശുദ്ധ പറയുക. പലരുടെയും ജീവിതത്തിൽ ഇത് അനുഭവമാണെന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയെങ്കിലുമൊക്കെ അമ്മ പറഞ്ഞു തന്ന രീതിയിലുള്ള ഏതെങ്കിലും വ്യക്തിബന്ധങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വളർന്നിട്ടുണ്ടെങ്കിൽ നോ പറയുവാൻ, അമ്മ തന്നെ ഈ വാക്കുപയോഗിച്ചു, നോ പറയുവാനുള്ള സമയമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കും, ഞാൻ ആ വ്യക്തിയോട് നോ പറഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ എന്നെ ഇഷ്ടമില്ലാതാകുമോ, എന്നോടുള്ള ഇഷ്ടം കുറയുമോ, എന്നെ നോ പറഞ്ഞാൽ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പലരും പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ ചെന്നെത്തുന്നതെന്ന് പരിശുദ്ധ അമ്മ റാണിച്ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് തിന്മയുടെ പ്രവർത്തനമാണ്. നോ പറയുവാൻ മടിക്കരുതെന്നും നോ പറയുവാൻ ശക്തി ഉണ്ടാകണമെന്നും ചില വ്യക്തിബന്ധങ്ങളെ നോ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുന്ന ദിവസത്തിൽ നീ സ്വീകാര്യനാവുകയുള്ളൂവെന്നും, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുന്ന ദിവസത്തിൽ നിനക്കും അത് അന്ധകാരത്തിൻ്റെ ഭയാനകമായ ദിനങ്ങളായി മാറുമെന്നുമുള്ള മുന്നറിയിപ്പാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്.
പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധിയോടെയുള്ള ജീവിതം, വിശ്വസ്തയോടെയുള്ള ജീവിതം, വിശ്വാസത്തിൽ ആഴപ്പെട്ടുള്ള ജീവിതം ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. വീണ്ടും പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, വെളിപാടിൻ്റെ കന്യകയായ, സ്വർഗത്തിൻ്റെ രാജ്ഞിയായ എന്നോട് ചേർന്ന് വെളിപാടിലെ കറുത്ത മൃഗത്തിനെതിരായി പോരാടി സാത്താനായ വെളിപാടിൻ്റെ കറുത്ത മൃഗത്തെ പരാജയപ്പെടുത്തുവാൻ മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ആവർത്തിച്ച് അമ്മ പറയുകയാണ്. അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലും അമ്മ പറയുകയാണ് ജപമാല പ്രാർത്ഥനയുടെ ശക്തി. അമ്മ ഈ സന്ദേശത്തിലും ആവർത്തിച്ചു. ഇപ്രകാരം അമ്മ പറഞ്ഞത്, വെളിപാടിൻ്റെ കന്യകയായ, സ്വർഗത്തിൻ്റെ രാജ്ഞിയായ എന്നോട് ചേർന്ന് വെളിപാടിലെ കറുത്ത മൃഗമായ സാത്താനെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല നിരന്തരം ചൊല്ലി വെളിപാടിൻ്റെ കറുത്ത മൃഗത്തിനെതിരെ യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തി വിജയിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ഒരു തിരിച്ചറിവ് വീണ്ടും വീണ്ടും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയാണ്. പലപ്പോഴും അമ്മ പറഞ്ഞു, അലസത കൊണ്ടാണ് നമുക്ക് കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ജപമാല ചൊല്ലുവാൻ അലസതയുള്ള അനേകരുണ്ട്. സാത്താൻ പലരെയും ഇപ്രകാരമുള്ള പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. കാരണം പലപ്പോഴും തിന്മയോട് സഹകരിച്ച് കഴിയുമ്പോൾ ജപമാല ചൊല്ലാൻ മടിയാണ്, ജപമാല ചൊല്ലാൻ അലസതയാണ്. പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമില്ലാത്ത രീതിയിൽ അതൊരു അധര വ്യായാമമായി മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈ കറുത്ത മൃഗമാകുന്ന സാത്താനെതിരെ യുദ്ധം ചെയ്യുവാൻ നമുക്ക് ജപമാല എന്ന ആയുധം എടുത്തുപയോഗിക്കാമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ ഒരിക്കലും മറന്ന് ജീവിക്കാതെ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുദിനം മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം അമ്മ പറയുന്നതിന് പോലെ ഈ ലോകത്തിൻ്റെ ഗതി മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തോട് അമ്മ പറഞ്ഞു, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ലോകത്തിലെ മക്കളെ നോക്കി അമ്മ പറഞ്ഞു, ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുന്ന ഒരു സമയം വരുന്നു, അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ വരുന്നു എന്ന് അമ്മ പറയുമ്പോൾ ഈ ദിനങ്ങൾ നമുക്ക് പ്രകാശത്തിൻ്റെ ദിനങ്ങളായി മാറുവാൻ നമ്മളെ തന്നെ ഇപ്പോഴേ ഒരുക്കി അമ്മ പറഞ്ഞ രീതിയിൽ വിശ്വാസത്തിലും വിശ്വസ്തതയിലും വിശുദ്ധിയിലും ഒരുങ്ങി കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ ദിനത്തിൽ സ്വീകാര്യരായ മക്കളായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്രകാരം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.